ഹിന്ദിയിലെ ജബ് തബ് ആണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. നാം പോൾ ഇമ്പോൾ ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. ഇതിന് തുല്യമായിട്ടുള്ള ഹിന്ദിയിലെ ഒരു പ്രയോഗമാണ് ജബ് തബ്. വരുമ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ, നീ വന്നപ്പോൾ ഞാൻ പോയി. ഇതിൽ രണ്ട് വാക്യങ്ങളാണ്, നീ വന്നപ്പോഴും ഞാൻ പോയി എന്നതും. ഇതുപോലെ ഹിന്ദിയിൽ രണ്ട് ചെറിയ വാക്യങ്ങൾ ചേർത്ത് ഉപയോഗിക്കുവാൻ ജബും തബും ഉപയോഗിക്കുന്നു. സാധാരണയായി ജബ് ആദ്യ വാക്യത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ തബിലാണ് രണ്ടാമത്തെ വാക്യം ആരംഭിക്കുന്നത്. മുൻപ് പറഞ്ഞ വാക്യങ്ങൾ ഹിന്ദിയിലാക്കിയാൽ എങ്ങനെയായി തീരും എന്ന് നോക്കാം. ജബ് തു ആയ തബ് തു ആയ തബ് മേ ഗയ, നീ വന്നപ്പോൾ ഞാൻ പോയി. ഇത് പാസ്റ്റിലാണ്. പ്രസന്റിലോ ഫ്യൂച്ചറിലോ ഒക്കെ ആക്കി തീർക്കാൻ പറ്റും. ക്രിയയിൽ അല്പം വ്യത്യാസം വരുത്തിയാൽ മതി. ആയ ഈക്വൽ ടു ആയാത്ത, ഗയ ഈക്വൽ ടു ഗയാത്ത. ആയ മാറ്റി ആത്ത ആക്കിയാൽ പ്രസന്റിലാകും, ഫ്യൂച്ചറിലാക്കാനും പറ്റും. ജബ് തു ആത്ത മേൻ ജാത്ത, നീ വരുമ്പോൾ ഞാൻ പോകുന്നു. ഇനി ഫ്യൂച്ചറിന് വേണ്ടിയോ ആയേഗായും ജാവൂങ്കായും പറയാം. ജബ് തു ആയേഗാ തബ് മേൻ ജാവൂങ്ക, നീ വരുമ്പോൾ ഞാൻ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ രണ്ട് ക്രിയകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി ഉപയോഗിക്കാറുള്ള ചില ക്രിയകളെ കുറിച്ച് കൂടി നമുക്ക് നോക്കാം. ചോദിക്കുന്നതിന് പൂച്ചിന, പറയുന്നതിന് ബോലിന. ജബ് തു പൂച്ചേഗാ തബ് മേൻ നഹി ബോലൂങ്ക, നീ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല എന്ന്. ഞാൻ കുടിക്കുമ്പോൾ നീ കാണും. കുടിക്കുന്നതിന് പീന, കാണുന്നതിന് ദേഖന. ജബ് മേൻ പിയൂങ്ക തബ് തു ദേഖേഗ, നീ ചെയ്തപ്പോൾ ഞാൻ കണ്ടില്ല. ജബ് തു കിയ തബ് മേ നഹി ദേഖ. ഇങ്ങനെയുള്ള സംസാര രീതിയിൽ രണ്ടാം വാക്യത്തിൽ നാം ഉപയോഗിക്കുന്ന മേ കമ്പൽസറി അല്ല. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ല. ജബ് മേ ബുലായ തബ് തു നഹി ആയ. ഇനി ചോദിക്കാനാണെങ്കിൽ ആ രീതിയിൽ ഒരു അല്പം വ്യത്യാസം വരും. ക്യായിൽ തുടങ്ങണം. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്യായിൽ വേണം തുടങ്ങാൻ. ക്യാ പറഞ്ഞ് ആരംഭിക്കാം. ക്യാ തു തബ് ലിഖ ജബ് മേ ബോല, ഞാൻ പറഞ്ഞപ്പോൾ നീ എഴുതിയോ. ക്യോ ചേർത്തും പറയാറുണ്ട്. ക്യായുടെ സ്ഥാനത്ത് ക്യോ. ക്യോ ക്യോ ജബ് മേനെ ബോല താ തബ് തൂനെ ലിഖാ താ, ഞാൻ പറഞ്ഞപ്പോൾ നീ എഴുതിയോ. ക്യായോ ക്യോമോ ചേർത്ത് ചോദിക്കാം.